കുറച്ച് ദിവസങ്ങളിലായി അമേരിക്കയിൽ ആളിപ്പടരുന്ന കാട്ടുതീക്ക് അല്പമെങ്കിലും ശമനമുണ്ടായിട്ടുണ്ട്. പൂർണ്ണമായും ശമനമായിട്ടില്ല എങ്കിലും കുറച്ചധികം സ്ഥലങ്ങളിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ അമേരിക്കൻ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുകൊണ്ടൊന്നും അമേരിക്കക്ക് ആശ്വസിക്കാനായിട്ടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്നത്. അമേരിക്കയിൽ വീണ്ടും സാന്റ അന എന്ന് പറയുന്ന കാറ്റ് വീശിയടിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. ജനുവരി 7-ന് ആരംഭിച്ച ഈ കാട്ടുതീ ഇത്രയും വലിയ രീതിയിൽ അമേരിക്കയെ കാർന്നു തിന്നുന്നതിന് പ്രധാന കാരണമായ കാറ്റാണ് ഈ സാന്റ അന എന്ന് പറയുന്ന കാറ്റ്. അതായത് ഇതൊരു വരൾച്ച കാറ്റാണ്. ഈ കാറ്റ് മൂലമാണ് ചെറിയ സ്ഥലങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന കാട്ടുതീ പിന്നീട് വലിയ സ്ഥലങ്ങളിലേക്ക് ആളിപ്പടരുന്നതിനും ഈ കാട്ടുതീ വ്യാപിക്കാനുമുള്ള കാരണമായത്. ഇത്തരത്തിൽ ഈ സാന്റ അന കാറ്റ് വീണ്ടും അമേരിക്കയിൽ ആഞ്ഞടിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നും, അതായത് ഇനിയും ഇത്തരത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇതുമാത്രമല്ല, അമേരിക്കയിൽ അല്ലെങ്കിൽ കാലിഫോർണിയയിൽ വരും വർഷങ്ങളിലും ഇതേപോലുള്ള സമാന രീതിയിലുള്ള കാട്ടുതീ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം അമേരിക്കയിലെ നിലവിലെ ഭൂപ്രകൃതി, പ്രത്യേകിച്ച് കാലിഫോർണിയയിലെയും ലോസ് ഏഞ്ചൽസിലെയും ഒക്കെ ഭൂപ്രകൃതി അതീവ വരൾച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരും വർഷങ്ങളിൽ കാട്ടുതീ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നും, അതേപോലെ സാന്റ അന എന്ന് പറയുന്ന കാറ്റ് വരും വർഷങ്ങളിലും ഇനിയും, അതായത് വരും ദിവസങ്ങളിലും വീശിയടിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റാണ് സാന്റ അനെ. ആ കാറ്റ് വീണ്ടും വന്നാൽ പൂർണ്ണമായും മണക്കാത്ത അമേരിക്കയിലെ കാട്ടുതീ വീണ്ടും പടർന്നു പന്തലിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളതിനാൽ തന്നെ അമേരിക്ക വലിയൊരു നിരീക്ഷണത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ജാഗ്രതയോടുകൂടിയാണ് ഈ മുന്നറിയിപ്പിനെ കാണുന്നത്. അതേസമയം അമേരിക്കയിൽ ഈ തീപിടുത്തം ഉണ്ടായതിനു പിന്നാലെ വ്യാപിച്ച മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചിലരെ അറസ്റ്റിലാക്കിയിട്ടുണ്ട്. അമേരിക്ക എത്ര വലിയ പരിഷ്കൃത സമൂഹം എന്ന് പറഞ്ഞാലും ഈ തീ ആളിപ്പടർന്ന ലോസ് ഏഞ്ചൽസിലെ പല വീടുകളും കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അഗ്നിശമന ഉദ്യോഗസ്ഥരുടെ വേഷമണിഞ്ഞുകൊണ്ടാണ് പലരും ഇത്തരത്തിൽ മോഷണം നടത്തിയത്. ഈ മോഷണം നടത്തിയ പല ആളുകളെയും ഇതിനോടകം അമേരിക്കൻ ഭരണകൂടം പിടികൂടിയിട്ടുണ്ട്. കൂടാതെ ഈ ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് അപരിചിതരായിട്ടുള്ള ആളുകൾ എത്താതിരിക്കാനുള്ള സുരക്ഷാ നീക്കങ്ങളും അമേരിക്കൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന നഗരം എന്ന് പറയുന്നത് ഒരുപാട് സെലിബ്രിറ്റികളും ഒരുപാട് സമ്പന്നരും ജീവിക്കുന്ന ഒരു നഗരമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കത്തിയമർന്ന വീടുകളിൽ നിന്ന് പോലും മോഷണം നടത്താൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ തീ പിടുത്തം ഉണ്ടായതിന് പിന്നാലെ പല സെലിബ്രിറ്റികളും അവരുടെ താമസ സ്ഥലം മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു കേന്ദ്രത്തിലേക്ക് അവർ മാറിയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിലൊക്കെ ഇവരുടെ വീട് കൃത്യമായി പഠിച്ച് അന്വേഷിച്ച് പല ആളുകളും മോഷണം നടത്തുന്നുണ്ട്. ഏതായാലും മോഷണം നടത്തിയതിൽ ചില ആളുകളെങ്കിലും അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.